സിനിമാ കഥയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തുടർച്ചയായി നല്ല സിനിമകൾ വിശദമായി തന്നെ പറഞ്ഞുകൊണ്ട് പഴയ പോലെ ചെയ്യുവാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടീം സിനിമാ കഥ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇനി മുതൽ അങ്ങോട്ട് 15 സിനിമകൾ പഴയതുപോലെ 2 ഭാഗങ്ങളിൽ വിശദമായി കഥ പറഞ്ഞുകൊണ്ടുണ്ടാകും. അതിൽ ആദ്യ ഭാഗം നമ്മുടെ സിനിമാ കഥ ചാനലിലും അതിന്റെ 2ാം ഭാഗം കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണം അതേ ദിവസം തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിലുമായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിശദമായ കഥകൾ വരുമ്പോൾ അതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ ആക്ഷൻ സിയു ചലച്ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കായി അത്തരത്തിലുള്ള ചലച്ചിത്രങ്ങളും വരുന്നതാണ്. നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വിശദമായ നമ്മുടെ ആദ്യത്തെ കഥ ഇന്ന് ആരംഭിക്കുന്നു. 2023 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം മൈ ഹാർട്ട് പപ്പിയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് മിൻസു എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മിൻസു ഒരു കമ്പനിയിൽ സാധാരണ ജോലി ചെയ്യുന്നു. മിൻസുവിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്. അവന് സഹോദരങ്ങളില്ല. കമ്പനിയുടെ ജോലി സമയം തീരുവാൻ അവൻ കാത്തുനിന്നു. കൃത്യം സമയം തീർന്നതും ധൃതി പിടിച്ചവൻ വേഗത്തിൽ വീട്ടിലേക്ക് ചെന്നു. അതിനൊരു കാരണമുണ്ട്. വീട്ടിൽ അവനെയും പ്രതീക്ഷിച്ച് അവന്റെ പ്രിയപ്പെട്ട റോണി എന്ന നായയുണ്ട്. അവൻ വന്നപാടെ റോണി അവനടുത്തേക്ക് ഓടിയെത്തി. റോണിയോട് മിൻസു സ്നേഹസല്ലാപം നടത്തി റോണിക്കായി ഭക്ഷണം എടുത്തുകൊടുത്തു. റോണിയെ സ്വന്തം സഹോദരനെ പോലെയായിരുന്നു മിൻസു കരുതിയിരുന്നത്. റോണിക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുത്ത ശേഷം അവൻ പെട്ടെന്ന് കുളിച്ചണിഞ്ഞൊരുങ്ങി. അന്ന് അവന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദിവസമാണ്. അവൻ അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വന്നപ്പോഴേക്കും റോണി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. റോണിക്കടുത്ത് മുട്ടുകുത്തിയിരുന്ന് അവൻ പറഞ്ഞു, റോണി, നിന്നിന്ന് വാക്കിങ്ങിന് കൊണ്ടുപോകാൻ സാധിക്കില്ലടാ. എനിക്കിന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാ, പോയേ പറ്റൂ. നിനക്ക് മനസ്സിലാവൂലോ, ഈ സൺഡേ ഉണ്ടല്ലോ, ഈ സൺഡേ നമുക്ക് പാർക്കില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിക്കാം. നിനക്ക് ഓക്കെയല്ലേ? ഞാൻ വരുന്നവരെ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണേ. റോണിയോട് യാത്ര പറഞ്ഞ് മിൻസു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. റോണി മിൻസു പോകുന്നതും നോക്കി നിന്നു. അവൻ നേരെ പോയത് തന്റെ ഫ്രണ്ടിന്റെ ഒരു റെസ്റ്റോറന്റിലേക്കായിരുന്നു. അവിടെ അവന് വേണ്ട സൗകര്യങ്ങൾ അവന്റെ ഫ്രണ്ട് ഒരുക്കിയിരുന്നു. മറ്റ് കസ്റ്റമേഴ്സ് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. സുങ്ക്യും എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. യാഥാർത്ഥ്യത്തിൽ സുങ് മിൻസുവിന്റെ ഗേൾഫ്രണ്ട് ആണ്. അവനെ കണ്ട മാത്രയിൽ സുങ് ചോദിച്ചു, മിൻസു, എന്താ ഇന്നിങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നേ? ഇന്ന് മൊത്തം വർക്കായിരുന്നു. ഞാൻ ഒരുപാട് ടയേർഡാ. ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അവൾ ഓർഡർ ചെയ്യാനായി തുനിഞ്ഞപ്പോഴേക്കും മിൻസു പറഞ്ഞു, ബേബി, ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നമുക്ക് സംസാരിച്ചാലോ? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ടടാ. ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാം. പെട്ടെന്ന് തന്നെ പറഞ്ഞോളാം. ആ എങ്കി ഓക്കെ, നീ പറ. മിൻസു പോക്കറ്റിൽ എഴുതി മടക്കി വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്തു. അത് തുറന്ന് വായിക്കാൻ തുടങ്ങി. എന്റെ പ്രിയ സഖി സുങ്ക്യും, എന്റെ പ്രണയമേ, തായ്വാനിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ ഇത്തരമൊരു നാളിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. യാദൃച്ഛികമായിട്ടായിരുന്നു നമ്മൾ കണ്ടുമുട്ടിയത് പോലും. നമ്മുടെ റിലേഷൻഷിപ്പിന്റെ 1000ാമത്തെ ദിവസമാണിത്. നിന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെടാറുണ്ട്. എന്റെ ജീവിതത്തിൽ നീ അത്രമേൽ പ്രധാനപ്പെട്ട വ്യക്തിയുമാണ്. ഈ ജീവിതകാലം മുഴുവൻ നീ എന്റെ കൂടെയുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ സെൻസിറ്റീവായ ഒതുങ്ങിക്കൂടിയുള്ള മനുഷ്യനാണ്. കാര്യം ശരിയാണ്, ഒന്നിലും ഞാൻ മികച്ചവനല്ല. എനിക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ട്. എന്നിരുന്നാലും നിനക്കായി ഏറ്റവും നല്ല വ്യക്തിയായി, നിന്റെ ജീവിതത്തിൽ താങ്ങായി തണലായി എന്നും ഞാനുണ്ടാകും. ജീവിതകാലം മുഴുവനും നിന്നെ സന്തോഷത്തോടെ വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്വപ്നവും അത് മാത്രമാണ്. മിൻസു അത് വായിച്ചു തീർത്തപ്പോഴേക്കും സുങ്ങിന്റെ കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നു. അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തി, എന്നെ വിവാഹം കഴിക്കാമോ എന്നവൻ ചോദിച്ചു. നിറ കണ്ണുകളോടെ സന്തോഷത്തോടെ സുങ് അതിന് സമ്മതിച്ചു. അവരിരുവരും ഒന്നു ചേരുകയായിരുന്നു. ഇതേ സമയം അതേയിടത്തിന്റെ മറ്റൊരു വശത്തുള്ള ജിമ്മിൽ ഒരു യുവാവുണ്ടായിരുന്നു. ലീ ജിൻകുക് എന്നാണ് അവന്റെ പേര്. ലീ ജിൻ ഒരു കഫേ നടത്തിയിരുന്നു. പക്ഷേ കടക്കണിയിൽപ്പെട്ട് കഫേ പൂട്ടേണ്ട വന്നു. അവന്റെ അങ്കിളിൽ നിന്നും അവൻ കുറച്ചധികം പണം കടം വാങ്ങിയിരുന്നു. അങ്കിളിനിപ്പോൾ പണം തിരികെ കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. ജിമ്മിലെത്തിയിരുന്ന അവൻ അങ്കിളിനോട് കുറച്ചു പണം തരാം എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശേഷം അവൻ തന്റെ ഫോൺ എടുത്ത് ലോക്കറിൽ വെക്കാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ ഫോൺ താഴെ വീഴുകയും അതിന്റെ സ്ക്രീൻ ഉടയുകയും ചെയ്തു. നാശം, അല്ലേലെ ആകെ തകർന്നിരിക്കുക. അതിന്റെ ഇടയിൽ കൂടിയ ഇതിന്റെ സ്ക്രീനും തകർന്ന് ഇനി ഞാൻ എന്തു ചെയ്യും? അവൻ ആകെ അങ്കലാപ്പിലായി. എന്തായാലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം, പണം സമ്പാദിക്കണം. ലീജൻ ചിന്തിച്ചു. ജിമ്മിനകത്തേക്ക് കടന്ന് തനിക്ക് പറ്റിയ ഒരു ഇരയെ അവൻ തിരഞ്ഞു. അല്പം തടി കൂടിയ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യന്റെ അടുത്തേക്ക് അവൻ ചെന്നു. ഇങ്ങനെ വർക്കൗട്ട് ചെയ്താൽ ശരിയാവില്ല, ഇത് നിങ്ങളുടെ ശരീരത്തിന് കേടാ എന്ന് പറഞ്ഞവൻ സംസാരിച്ചു തുടങ്ങി. ഒരു പേഴ്സണൽ ട്രെയിനർ വേണം എന്ന തരത്തിൽ ആ പയ്യനെ അവൻ സംസാരിച്ച് വിശ്വസിപ്പിച്ചു. ശേഷം ആ പയ്യന്റെ അമ്മയുമായും ഫോണിലൂടെ അവൻ വളരെ ബുദ്ധിപരമായി സംസാരിച്ച് ആ പയ്യനെ തന്റെ ക്ലയന്റാക്കി മാറ്റി. മറുവശത്ത് മിൻസുവും സുങ്ങും
അപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹശേഷം സുങ്ങിന് എയർപോർട്ടിൽ ജോലിയായതിനാൽ എയർപോർട്ടിനടുത്തുള്ള അപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് മാറിയാലോ എന്നൊരാശയം മിൻസു മുമ്പിലേക്ക് വെച്ചു. സുങ്ങിനും അത് കേട്ട് ഏറെ സന്തോഷം തോന്നിയിരുന്നു. നീ ഒരുപാട് വർക്ക് ചെയ്ത് ടയേർഡായി വരുമ്പോഴാ എപ്പോഴും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നേ. എയർപോർട്ടിനടുത്ത് നിന്റെ വീടായാൽ നിന്റെ സ്ട്രഗിൾ അല്പം കുറയുമല്ലോ എന്നവൻ കൂട്ടിച്ചേർത്തു. പക്ഷേ അതിന് കുറെ പണമൊക്കെ വേണ്ടേ? സും ചോദിച്ചു. അത് എന്റെ അമ്മയുടെ പേരിൽ ഞങ്ങളുടെ ഒരു പഴയ വീടുണ്ട്, കുറച്ച് സ്ഥലവുമുണ്ട്. അത് വിറ്റാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് അപ്പാർട്ട്മെന്റ് വാങ്ങാം. അത് കേട്ടതും സും പെട്ടെന്ന് വല്ലാതായി. വീട് എന്തിനാ അമ്മയുടെ പഴയ വീട് വിൽക്കുന്നേ? മാത്രമല്ല നീ ഇതിന്റെ കാര്യം എന്നോട് ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ലല്ലോ. എന്നിൽ നിന്ന് എന്തിനാ ഇതൊക്കെ മറച്ചു വെച്ചത്? അത് ബേബ്, അത് അങ്ങനൊന്നുമല്ല. നിന്റെ അമ്മയുടെ കൂടെ നീ ജീവിച്ച വീടല്ലേ, എന്തിനാ അത് വിൽക്കുന്നേ? അത് ആ വീട് ഒരുപാട് പഴയതായി. എവിടെയാ വീടുള്ളേ? ഇപ്പൊ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റില്ലേ, അവിടെ നിന്നും ഒരു 15 മിനിറ്റ് ദൂരേ ഉള്ളൂ. അതാണ് ഒരുപാട് ദൂരം എന്ന് പറഞ്ഞേ. ഇതേപോലെ എന്നെ ഇന്ന് എന്തൊക്കെയാ മറച്ചു വെച്ചിട്ടുള്ളേ? നമുക്കിടയിൽ ഒക്കെയും ട്രാൻസ്പാരന്റ് ആണെന്നാ ഞാൻ വിചാരിച്ചേ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം നീ എന്തിനാ എന്നീന്ന് മറച്ച്? സും ദുഃഖിതയും അല്പം ഗൗരവത്തിലുമായി. സോറിടാ, അങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല. മിൻസുവിനും നേരത്തെ പറയാമായിരുന്നു എന്ന് തോന്നി അവൻ നിൽക്കുമ്പോൾ പെട്ടെന്നെന്തോ ഓർത്ത പോലെ സും പറഞ്ഞു, ഞാനും ഒരു കാര്യം മറച്ചിട്ടുണ്ട്. എന്താ? അല്പം ആശങ്കയോടെ അവൻ ചോദിച്ചു. തന്റെ ബാഗിൽ നിന്നും ഒരു മരുന്ന് കവറെടുത്ത് അവൾ അവന് നേരെ നീട്ടി. അവൻ അവളോട് ചോദിച്ചു, ഇതെന്തിനുള്ളതാ? ഇത് അലർജിക്ക് വേണ്ടി എടുക്കുന്ന മരുന്ന. എനിക്ക് നായയുടെ സാൽവ, അതൊക്കെ അലർജിയാ. നായ അടുത്തു വന്ന അപ്പോ അലർജി വരും. എന്റെ ഫാമിലിയിൽ പലർക്കുമുണ്ട്. യാഥാർത്ഥ്യത്തിൽ നിന്നെ കാണാൻ വരുമ്പോഴൊക്കെയും ഞാൻ ഈ മരുന്ന് കഴിക്കാറുണ്ട്. റോണി കൂടെയുണ്ടെങ്കിൽ എനിക്കല്ലേൽ അലർജി ഉണ്ടാകും. എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. നിന്റെ അമ്മയുടെ മരണത്തിന് ശേഷം റോണി നിന്റെ ഫാമിലിയാണ്, സഹോദരനെ പോലെയാണ് എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാ ഞാനിത് ഒരിക്കലും നിന്നോട് പറയാതിരുന്നേ. പക്ഷേ ഇതിപ്പോ പറയണമെന്ന് തോന്നി. വിവാഹശേഷം നമ്മളൊക്കെ ഒരിടത്ത് ഒന്നിച്ചല്ലേ ഉണ്ടാവുക. അതുകൊണ്ടാ ഇപ്പൊ പറഞ്ഞത്. ഈ മരുന്ന് തുടർച്ചയായും കഴിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു കുട്ടിയൊക്കെ ആവുമ്പോ, അല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആവുമ്പോ ഗുളിക കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? മിൻസു ആകെ ആശയക്കുഴപ്പത്തിലായി. ഒരു നിമിഷത്തിന് ശേഷം അവൻ പറഞ്ഞു, ബേബ്, നീ പേടിക്കേ വേണ്ട. എന്റെ ഫാമിലിയിലുള്ള ബന്ധുക്കൾക്കൊക്കെ റോണിയെ ഒരുപാട് ഇഷ്ടമാ. അവരവനെ അഡോപ്റ്റ് ചെയ്തോളും, നന്നായി നോക്കിക്കോളും. അത് നിനക്ക് ഓക്കെയാണോ? കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പല്ലേ? സുങ് എടുത്തു ചോദിച്ചു. ഒന്നും പേടിക്കണ്ട ബേബ്, ഞാനല്ലേ പറയുന്നേ എന്നായിരുന്നു മിൻസുവിന്റെ മറുപടി. സുങ്ങുമായുള്ള മീറ്റിംഗിന് ശേഷം മിൻസു ലീജിനെ കാണാൻ പോയി. ലീജിനും മിൻസുവും ഒരു റെസ്റ്റോറന്റിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. നടന്ന കാര്യമത്രയും മിൻസു ലീജിനോട് പറഞ്ഞിരുന്നു. ഈ അലർജി ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ലേ? ലീജിൻ ചോദിച്ചു. അത് ഈ നായയുടെ സാലിവയിൽ കുറെ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്, അത് അലർജി ഉണ്ടാക്കും. അലർജി ഉള്ളവർക്ക് അത് ചികിത്സിച്ചാൽ മാറിയുമില്ല. എന്ത് ചെയ്യുമെന്നിപ്പോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്താ കുഴപ്പം? എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? സിമ്പിൾ സൊല്യൂഷനുണ്ട്. എന്താ അത്? കല്യാണം കഴിക്കണ്ട, അത് തന്നെ. എടാ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഓക്കേടാ, നീ അത് വിട്, ഞാനല്ലേ ഉള്ളേ. എന്താണേലും നമുക്ക് നോക്കാംന്നേ. പക്ഷെ ഫാമിലിയിൽ ആരിപ്പോ റോണിയെ അഡോപ്റ്റ് ചെയ്യുന്ന? അവരിരുവരും ഫാമിലിയിലെ ഓരോരുത്തരെയും ആലോചിച്ചു. പക്ഷെ ആരും തന്നെ റോണിയെ നല്ല രീതിയിൽ നോക്കാൻ പാകത്തിന് അപ്പോൾ യോഗ്യരല്ല എന്നിരുവർക്കും തോന്നി. പിന്നാലെ ലീജുൻ തന്റെ ഒരു ഐഡിയ മിൻസുമായി പങ്കുവെച്ചു. ഡോഗിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടാകും. ഇൻസ്റ്റഗ്രാമിൽ അഡോപ്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു പോസ്റ്റ് ഇട്ടാലോ? ഇൻസ്റ്റഗ്രാമിലോ? നീ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലല്ലേ ഉള്ളേ. എടാ, പക്ഷേ എന്റെ അക്കൗണ്ട് അതൊന്നും ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതങ്ങനെ യൂസ് ചെയ്യലില്ല. നിന്റെ അക്കൗണ്ടിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? അതൊരു 30 പേരുണ്ടാകും. 30ഓ? നീ ഇതാ എന്റെ അക്കൗണ്ട് നോക്കിയേ, 30,000 ഫോളോവേഴ്സ്. 30,000 എവിടെ നോക്കട്ടെ? ലീജിന്റെ ഫോൺ വാങ്ങി മിൻസു നോക്കി. ഫോണിന്റെ സ്ക്രീൻ തകർന്നിരുന്നു. എന്നിരുന്നാലും 30,000 ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. താൻ അതിൽ പോസ്റ്റ് ഇടാം എന്ന് ലീജിൻ പറഞ്ഞു. പക്ഷേ അതിന് അവൻ ഇൻഫ്ലുവൻസർ കോസ്റ്റ് തരണം എന്നും ലീജിൻ ആവശ്യപ്പെട്ടു. ആടാ, നിന്റെ ചാട്ടം കണ്ടപ്പോ മനസ്സിലായി ഇതെങ്ങോട്ടാണ്. ചാട്ടോ? നീ എന്താടാ പറയുന്നേ? 30,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ആരാന്ന് നീ വിചാരിച്ചേ? എത്ര കമ്പനികളെ ആഡ് ഇടാൻ പറഞ്ഞ എന്നെ വിളിക്കുന്നതെന്നറിയാമോ? പിന്നെ നീ എന്റെ ഫോൺ നോക്ക്, ഇതിന്റെ സ്ക്രീൻ വരെ പൊട്ടിയിരിക്കുക. ഇതൊക്കെ മാറ്റണ്ടേ, ഇതൊക്കെ നന്നാക്കണ്ടേ? ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രധാന ആയുധം ഈ ഫോൺ. 30,000 പേരല്ലേ, അല്ലാണ്ട് 3 ലക്ഷം ഒന്നും അല്ലല്ലോ. ഞാൻ നിന്നോടെന്താ ഒരുപാട് പൈസയാണ് ചോദിച്ചേ? എന്റെ ഫോൺ പൊട്ടിപ്പോയി, അത് നന്നാക്കാൻ കുറച്ച് പൈസയല്ലേ ചോദിച്ചുള്ളൂ. അതിനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ലീജിൻ നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. മിൻസു അവന്റെ വായടച്ച്, ഞാൻ പൈസ തരാം, നീ പോസ്റ്റ് ഇട്. പക്ഷേ റോണിയെ അഡോപ്റ്റ് ചെയ്യുന്നവര് നല്ല രീതിയിൽ നോക്കൂ എന്നുള്ള ആശങ്ക അവൻ പങ്കുവെച്ചു. അത് പോസ്റ്റ് ഇട്ടെന്ന് കരുതി വരുന്നവർക്ക് അപ്പൊ തന്നെ എടുത്ത് റോണിയെ കൊടുക്കണ്ടെന്നേ. നമുക്കവരുമായി സംസാരിച്ച് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം കൊടുത്താൽ മതി. എങ്കിൽ ഓക്കെ. റോണിയെ നല്ലൊരു ഫാമിലിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് പുതിയൊരു ഫോൺ
തന്നെ ഞാൻ വാങ്ങിത്തരാം, മിൻസു ലീജിനോട് പറഞ്ഞു. അന്ന് അവിടെ നിന്നും മടങ്ങുമ്പോൾ മിൻസു തന്റെ ഫോണിൽ റൂണിയെ നോക്കി കണ്ടു. അവന് എന്തെന്നില്ലാത്തൊരു ദുഃഖം തോന്നി. വീട്ടിലെത്തി അവൻ റൂണിക്ക് അരികിലേക്ക് ചെന്നു. റൂണിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, നിന്നെ നിന്റെ ഫാമിലി പോലെ നോക്കുന്ന ആരെയെങ്കിലും കിട്ടിയാലേ ഞാൻ കൊടുക്കുള്ളടാ, അല്ലാതെ കൊടുക്കില്ല, നീ പേടിക്കണ്ട. അതെന്റെ വാക്ക. ലീജിൻ പോസ്റ്റ് ഇട്ടു. പിന്നാലെ മെസ്സേജുകളും വന്നു തുടങ്ങി. ആദ്യത്തെ മെസ്സേജ് വന്നത് ലീജുനിന്റെ തന്നെ ഒരു കൂട്ടുകാരി മീസുന്റെ ആയിരുന്നു. ലീജിൻ പണ്ട് മീസുനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ലീജിനും മിൻസുവും മീസുനെ കാണാൻ അപ്പാർട്ട്മെന്റിലെത്തി. മീസുനൊരു ചെറിയ കുട്ടിയുണ്ട്. കുട്ടിയെ ഉറക്കിക്കിടത്തി അവർ റൂണിയെ അഡോപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാൻ ആരംഭിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ലീജിന്റെ ഫോൺ റിങ് ചെയ്തു. അതോടെ ഉറങ്ങിക്കിടന്ന കുട്ടി എഴുന്നേറ്റു. മീസുൻ വേഗത്തിൽ വീണ്ടും കുട്ടി ഉറക്കാൻ ഓടി. വീണ്ടും വന്നിരുന്ന് മൂവരും കുട്ടി എഴുന്നേക്കാതിരിക്കാൻ ചേർന്നിരുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. ഇത്തവണ ഫോൺ റിങ് ചെയ്തത് മിൻസുവിന്റേതായിരുന്നു. വീണ്ടും കുട്ടി ഉണർന്നു. കുറച്ച് ദേഷ്യത്തിൽ മീസുൻ വീണ്ടും കുട്ടി ഉറക്കിക്കിടത്താൻ പോയി. തിരികെ വന്ന് വീണ്ടും അവർ സംസാരിക്കാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ വീണ്ടും ഫോൺ റിങ് ചെയ്തു. മീസുനിന് വലിയ ദേഷ്യം വന്ന് അവരെ ഒച്ചയെടുത്തു. അപ്പോഴാണ് യാഥാർത്ഥ്യം അറിയുന്നത്. റിങ് ചെയ്യുന്നത് മീസുന്റെ തന്നെ ഫോണാണ്. അതോടെ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് മീസുൻ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആദ്യത്തെ സ്ഥലം പാളിയതുകൊണ്ട് അവർ അടുത്ത സ്ഥലത്തെത്തി. അത് വളരെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ വീടായിരുന്നു. പക്ഷെ അയാൾക്ക് വൃത്തിയുടെയും പൊടിയുടെയും പ്രശ്നമുണ്ട്. അതോടെ ആ ശ്രമവും മുടങ്ങി. അയാളുടെ സ്വഭാവവും പെരുമാറ്റവും മിൻസുവിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പോകുന്നതിന് മുമ്പ് മിൻസു പറഞ്ഞു, ഒരു നായി എന്നത് വീട്ടിൽ വെക്കുന്ന അലങ്കാര വസ്തുവല്ല. അതിനെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അടുത്തതായി അവർ പോയത് ലീജിന് പരിചയമുള്ള ഒരു കുട്ടിയുടെ വീട്ടിലേക്കായിരുന്നു. ലീജിൻ കഫേ നടത്തുമ്പോൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു അവർ. അവർക്കും മിൻസുവിന്റെ റൂണിയെ പോലൊരു നായിയായിരുന്നു ഉണ്ടായിരുന്നത്. അസുഖം വന്നത് ചത്തുപോയിരുന്നു. അതിൽ പിന്നെ ആ കുട്ടി വല്ലാതെ ഡൗൺ ആണ്. ആ കുട്ടിക്ക് വേണ്ടി അവന്റെ അച്ഛനായിരുന്നു റൂണിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ദുഃഖിച്ചിരുന്ന ആ കുട്ടിയുടെ അടുത്തെത്തി മിൻസു സംസാരിക്കാൻ ശ്രമിച്ചു. ചത്തുപോയ അവന്റെ നായിയെ പറ്റിയും റൂണിയെ പറ്റിയും പറഞ്ഞ് അവർ പെട്ടെന്ന് പരിചയത്തിലുമായി. പക്ഷേ റൂണിയുടെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി അത് റൂണിയല്ല, തന്റെ നായിയാണ് എന്ന് പറഞ്ഞു. മിൻസുവിനത് സഹിച്ചില്ല. മിൻസു അത് തന്റെ നായിയാണെന്ന് വാശി പിടിച്ചു. ഇരുവരും തമ്മിൽ അതിന്റെ പേരിൽ വാക്കുതർക്കമായി. കരാട്ടെ പഠിച്ചിരുന്ന ആ കുട്ടിയാകട്ടെ അതെന്റെ നായി തന്നെയാ എന്ന് പറഞ്ഞ് മിൻസുവിനെ അടിച്ചു താഴെയിട്ടു. അതോടെ അവിടുത്തെ ശ്രമവും പരാജയപ്പെട്ട് മിൻസുവും ലീജിനും അവിടെ നിന്ന് തിരികെ പോന്നു. പോരുന്ന വഴിയിൽ ലീജിൻ ചോദിച്ചു, അവർ നല്ല രീതിയിൽ നായെ നോക്കുന്നവരല്ലേ, ആ കുട്ടിക്ക് റൂണിയെ കൊടുത്താലെന്താ? മിൻസു പറഞ്ഞു, നായകളും അതിന്റെ യജമാനന്മാരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടാകും. ഇപ്പൊ നീ ആലോചിച്ചു നോക്ക്, റൂണിയെ നമ്മൾ ആ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി എന്തായിരിക്കും വിചാരിക്കുക? റൂണി അവന്റെ നായെപ്പോലെ ബിഹേവ് ചെയ്യണം, അതുപോലെ ആയിരിക്കണം എന്നൊക്കെയല്ലേ? റൂണിക്ക് റൂണിയുടേതായ ഒരു ക്യാരക്ടർ ഉണ്ടാകും. അവർ തമ്മിൽ ഒത്തുപോകില്ല. പിന്നെ അത് ഉപദ്രവത്തിലേക്കൊക്കെ നീളും. എനിക്കത് സഹിക്കാൻ പറ്റില്ലടാ. ലീജിനത് മനസ്സിലായി. അവർ നടന്നു വരുന്ന വഴിക്ക് മിൻസുവിന്റെ അമ്മയുടെ പഴയ വീട്ടിലേക്കെത്തി. വീടിന്റെ ഒരു ജനൽ തുറന്നു കിടന്നിരുന്നു. എന്താണെന്ന് നോക്കുവാൻ അവരിരുവരും വീടിന്റെ അകത്ത് കയറി. വീട് മുഴുവൻ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. വീടിനകത്തേക്ക് കയറിയ മിൻസു അമ്മ രോഗബാധിതയായി കിടന്നിരുന്ന ആ മുറിയിലേക്ക് നോക്കി. പഴയ ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. അവന്റെ കൺമുമ്പിൽ വെച്ചിട്ടായിരുന്നു ആ മുറിയിൽ വെച്ച് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവൻ അനാഥനായത് റൂണി മാത്രമായിരുന്നു അന്ന് അവന്റെ അടുത്തുണ്ടായത്. ഓർമ്മകൾ അവനെ ദുഃഖിപ്പിച്ചു. അമ്മയില്ലാത്ത ആ വീട്ടിൽ ദുഃഖം അനുഭവിച്ച് കഴിയാൻ പറ്റാതായതോടായിരുന്നു അവൻ അവിടെ നിന്ന് അപ്പാർട്ട്മെന്റിലേക്ക് മാറിയതുപോലും. ഇപ്പോൾ ആ വീട് വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയ ലീജിനും മിൻസുവും ഒരു കഫയിൽ പോയി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ മിൻസു പറഞ്ഞുകൊണ്ടിരുന്നു. 4 കൊല്ലത്തോളം മിൻസുവിന്റെ അമ്മ രോഗബാധിതയായി കിടന്നിരുന്നു. അവനായിരുന്നു അമ്മയെ പരിചരിച്ചത്. ക്യാൻസർ പതിയെ പതിയെ അമ്മയെ പിടികൂടി. അമ്മയെ ലോകം വിട്ടുപോയി. കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ലീജിൻ അവനെ ആശ്വസിപ്പിച്ചു. മിൻസു തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് വേദനിപ്പിക്കാൻ സാധിക്കില്ലടാ. എനിക്ക് വേണ്ടിയ സുങ് എന്നെ കാണാൻ വരുമ്പോൾ അത്രയും മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നേ. ഞാൻ എന്തു ചെയ്യും? റൂണിയെയും ഞാൻ എങ്ങനെ ഒഴിവാക്കും? ഇതിലൊക്കെ നല്ലത് ഞാനങ്ങ് മരിച്ചു പോകുന്നതായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് തലക്കിട്ടടിച്ചുകൊണ്ടിരുന്നു. ലീജിൻ അവനെ ആശ്വസിപ്പിച്ചു. ഡാ, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവോ? നീ വിഷമിക്കണ്ട. റൂണിക്ക് പറ്റിയ നല്ലൊരു ഫാമിലിയെ നമുക്ക് കണ്ടെത്താം. അവളെ വിവാഹം കഴിച്ച് നീ സന്തോഷത്തോടെ ജീവിക്ക്. ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. നീ ധൈര്യമായിട്ടിരിക്കടാ. ലീജിൻ ശേഷം ടിഷ്യൂ എടുത്ത് അവന് കൊടുത്തു. ടിഷ്യൂ ഉപയോഗിച്ച് മിൻസു കണ്ണും തുടച്ചു. പക്ഷെ ആ ടിഷ്യൂ കറി തുടച്ചതായിരുന്നു. അതുകൊണ്ട് അവന്റെ കണ്ണുകൾ എരിയാൻ തുടങ്ങി. അതും പറഞ്ഞ് മിൻസു അലറി വിളിച്ചു. ലീജിൻ നല്ല ടിഷ്യൂ വാങ്ങി അവന്റെ കണ്ണു തുടയ്ക്കാൻ വീണ്ടും കൊടുത്തു. അന്ന് കരഞ്ഞ അവശതയിലായ മിൻസുവിനെ പുറത്ത് ചുമന്നിട്ടായിരുന്നു ലീജിൻ വീട്ടിലേക്ക് എത്തിച്ചത്. പിറ്റേന്ന് ഉറക്കമുണരുമ്പോൾ ലീജിന് സുങ്ങിന്റെ ഫോൺ കോൾ വന്നു. നിനക്കെന്താ പറ്റിയേ? ഇന്നലെ രാത്രി വിളിച്ച് ഒരുപാട് സോറിയൊക്കെ പറഞ്ഞ് ഏറെ ടെൻഷൻ ആവുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അതൊന്നും മിൻസുവിനാണെങ്കിൽ ഓർമ്മ
പോലും ഉണ്ടായിരുന്നില്ല. താൻ ഒരുപാട് മദ്യപിച്ചിരുന്നെന്നും അതുകൊണ്ടായിരിക്കും എന്നവൻ പറയുകയും അവളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഒന്നും ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ആവണ്ടെന്നും നമ്മളുടെ ഫാമിലി ആവാൻ പോവുകയാ, എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളാനും എല്ലാ ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും നമുക്കൊന്നിച്ചു മറികടക്കാം, ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നു എന്നവൾ അവനോട് മറുപടിയായി പറഞ്ഞു. മിൻസുവിനും ആശ്വാസം തോന്നി. അന്നാണ് ലീജൻ മറ്റൊരു സജഷൻ മിൻസുവിനോട് പറയുന്നത്. എന്റെ ആ അങ്കിളില്ലേ, ഗാർഡനോട് ചേർന്ന വീടൊക്കെയുള്ള അങ്കിളിന് ഒരു നായയുമുണ്ട്, കറുത്തിട്ട് റേ എന്ന അതിന്റെ പേര്. നമുക്ക് റോണിയെ അങ്കിളിന് കൊണ്ടുപോയി കൊടുത്താലോ? റേയുമായി ഇണങ്ങിയാൽ റേക്ക് ഒരു കൂട്ടാവുകയും ചെയ്യും. അങ്കിളത്തിന് റോണിയെ സ്വീകരിക്കൂ, നമുക്ക് പോയി നോക്കാം. അങ്കിളിന്റെ പൈസയൊക്കെ ഉള്ളതാ, അങ്കിള് സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല. എന്റെ കഫേ തുടങ്ങാനും അങ്കിളാ സഹായിച്ചത്. ലീജൻ പറഞ്ഞതുകൊണ്ട് മിൻസുവും ലീജനിനൊപ്പം റോണിയെയും കൂട്ടി അങ്കിളിന്റെ വീട്ടിലേക്ക് പോയി. കാറിൽ റോണിയെ കൊണ്ടുപോകാൻ പ്രത്യേകം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. യാത്രയ്ക്കൊടുവിൽ അവർ അങ്കിളിന്റെ വീട്ടിലേക്കും എത്തിച്ചേർന്നു. മനോഹരമായ കുഞ്ഞു ഗാർഡനോട് ചേർന്നുള്ള ഒരു വീടായിരുന്നു അത്. വീടും ഗാർഡനും കണ്ടതും മിൻസുവിന് തൃപ്തി തോന്നിയിരുന്നു. അവരെ കണ്ടതും റേ എഴുന്നേറ്റ് നിന്നു. റോണി റേയുമായി പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്തു. അതുകൂടി കണ്ടപ്പോൾ മിൻസുവിന് കൂടുതൽ ആശ്വാസം തോന്നി. അങ്കിളുമായി സംസാരിച്ച് കാര്യങ്ങളൊന്നും നോക്കിയായാൽ മാത്രം മതി. ലീജൻ അകത്തെത്തി അങ്കിളുമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വിവരമറിയുന്നത്, അങ്കിളിന്റെ മകൾ ഗർഭിണിയാണ്, അല്പം കാര്യം സീരിയസുമാണ്. അതുകൊണ്ട് മകളെ കാണുവാൻ അങ്കിൾ മകളുടെ അടുത്തേക്ക് പോകുവാണ്. അങ്കിളിന്റെ നായക്കുട്ടി റേയെ പരിപാലിക്കുവാൻ ലീജനിനെ ഏൽപ്പിക്കുവാനാണ് അങ്കിൾ ആലോചിച്ചിട്ടുള്ളത് പോലും. അങ്കിൾ അത് പറഞ്ഞപ്പോൾ ലീജനിനെ തള്ളിക്കളയാനും സാധിച്ചില്ല. കാരണം അങ്കിളിനവൻ $30,000 തിരികെ കൊടുക്കാനുണ്ട്. കഫേ തുടങ്ങാൻ അങ്കിൾ കടം കൊടുത്തതായിരുന്നു അത്. അങ്കിൾ പറഞ്ഞു, നിന്നെ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാ റേയെ നിന്നെ ഏൽപ്പിക്കുന്നേ. പിന്നെ ഇത് നീ തരാനുള്ള പണത്തിന്റെ പകരമായിട്ടൊന്നും കരുതണ്ട. ആ പണം ഇനി നീ തരികേ വേണ്ട. റേയെ നോക്കുന്നതിനുള്ള പ്രതിഫലമൊന്നുമല്ല. പക്ഷേ അതുകൊണ്ടാ ഞാൻ റേയെ നോക്കാൻ നിന്നോട് പറഞ്ഞത് എന്ന് നീ വിചാരിക്കരുതല്ലോ. അതുകൊണ്ടാ അതിപ്പോഴേ പറയുന്നേ. ആ പണം ഇനി നീ തരണ്ട. റേയെ നല്ല രീതിയിൽ നോക്കിയാ മതി. 6 മാസം കഴിയുമ്പോ ഞാൻ തിരികെ വരും, അപ്പൊ ഞാൻ തിരികെ കൂട്ടിക്കോളാം. അങ്കിളിന്റെ റിക്വസ്റ്റ് തള്ളിക്കളയാൻ ലീജനിന് സാധിക്കില്ലായിരുന്നു. അവൻ പറഞ്ഞു, അങ്കിൾ എന്നെ എന്തോരം സഹായിച്ചതാ, ഒരു വട്ടമല്ലേ, ഈ ചെറിയ കാര്യമല്ലേ, ഞാനിത് ചെയ്യാതിരിക്കൂ. അങ്ങനെ റോണിയെ അവിടെയാക്കാമെന്ന ലീജനും മിൻസുവിനും അവിടെ നിന്ന് റേയെയും കൂടി കൂടെ കൂട്ടി തിരികെ പോരേണ്ടി വന്നു. വണ്ടിയിലിരുന്ന് ലീജനും മിൻസുവും തമ്മിൽ അതിന്റെ പേരിൽ വാക്കുതർക്കത്തിലുമായി. കുറച്ചു കഴിഞ്ഞ് ഒന്ന് ശാന്തമായപ്പോൾ മിൻസു പറഞ്ഞു, നമുക്ക് പാർക്കിലേക്ക് പോകാം. ഇന്ന് പാർക്കിൽ അവനോടൊപ്പം ഫുള്ള് കളിക്കാമെന്ന് ഞാൻ റോണിക്ക് വാക്കുകൊടുത്തതാ. ശേഷം അവർ പാർക്കിലെത്തി. മിൻസു റോണിയുമൊത്ത് കളിക്കാൻ തുടങ്ങി. ലീജൻ റേയെ അടുത്തിരുത്തി ഫോണിൽ റോണിയെ അഡോപ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങൾ നോക്കാൻ തുടങ്ങി. ജേജു ഐലൻഡിലുള്ള ഒരു വീടും അതിന്റെ ഗാർഡനും അവിടെയുള്ള നിരവധി നായകളെയും ഇൻസ്റ്റഗ്രാം ഫോട്ടോകളിലൂടെ ലീജൻ നോക്കിക്കണ്ടു. ആമിൻ എന്ന് പേരുള്ള ഒരാളുടെ പ്രൊഫൈലായിരുന്നു അത്. നമുക്ക് റോണിയെ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ കൊടുത്താലോ എന്നുള്ള തരത്തിൽ വീട്ടിലെത്തിയപ്പോൾ ലീജൻ അവനോട് തിരക്കി. പക്ഷെ പരിചയമില്ലാത്ത ഒരാൾക്ക്, അതും ജോജു ഐലൻഡിൽ അത്രയും ദൂരെ, ശരിയാവോ? അതും അവർ അഡോപ്റ്റ് ചെയ്യൂ? ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോവാന്ന് വെച്ചാൽ റോണിക്ക് സൗണ്ടൊക്കെ പേടിയാവും. എന്താ ചെയ്യുക എന്നുള്ള തന്റെ ആശങ്കകൾ മിൻസു അവനോട് തിരക്കി. നീ ഫോട്ടോസൊക്കെ കണ്ടതല്ലേ, നായകളൊക്കെ ആരോഗ്യത്തോടെയാ ഉള്ളത്. വലിയ ഗാർഡനുമുണ്ട്. അത്രയും വലിയ ഗാർഡനൊന്നും ഇവിടെ സോളിൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല. പിന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകണ്ട, നമുക്ക് റോഡ് മാർഗം പോയി ഫെറിയിൽ കയറി നേരെ ജോജു ഐലൻഡിൽ ചെന്നാലോ? ഒരു റോഡ് ട്രിപ്പായിട്ട് അങ്ങ് പോകാം. അത് കുഴപ്പമില്ലെന്ന് മിൻസുവിനും തോന്നി. അടുത്ത ദിവസം തന്നെ ഓഫീസിൽ ലീവ് പറഞ്ഞ് അവരിരുവരും ഒന്നിച്ച് റേയെയും റോണിയെയും കൂടെ കൂട്ടി ജേജു ഐലൻഡിലേക്ക് യാത്ര തിരിച്ചു. മിൻസുവിനെ പോലെ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ, റോണിയെ ഒഴിവാക്കേണ്ട ഘട്ടം വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? കമന്റുകളിൽ രേഖപ്പെടുത്തുമല്ലോ. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.